സമരത്തെ വീക്ഷിക്കുന്ന പൊതുജനങ്ങളെ, മാധ്യമങ്ങളെ, അതോടൊപ്പം ഇവിടെ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹപ്രവർത്തകരെ, നമുക്കറിയാം സിദ്ധാർത്ഥ മരിച്ചിട്ട് ഇത്രയും ദിവസവുമായിട്ട് മുഴുവൻ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലാത്ത, നട്ടലില്ലാത്ത പോലീസാണ് കേരളത്തിലേത് എന്ന് പോലീസ് തെളിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണെന്നും പിണറായി വിജയൻ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസവുമായിട്ട് ആ 3 ദിവസക്കാലം അവിടെ ആ സിദ്ധാർത്ഥ അനുഭവിച്ച വേദന, ആ വേദന കണ്ടില്ല എന്ന് വീണ്ടും വീണ്ടും ഡീൻ പറയുന്ന സമയത്ത്, ഒരു ഹോസ്റ്റലിന്റെ വാർഡൻ ആ ഹോസ്റ്റലിൽ നടന്ന കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്ന സമയത്ത് അത് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരാണോ ഈ നാട്ടിലെ ജനങ്ങൾ എന്ന് പിണറായി വിജയൻ ചിന്തിക്കണം. അത് കേട്ടിട്ട് ആ ഡീനെ സംരക്ഷിക്കുന്ന നിലപാട് സർവകലാശാല ഉൾപ്പെടെ, മന്ത്രി ചിഞ്ചു റാണി ഉൾപ്പെടെ, പിണറായി വിജയൻ ഉൾപ്പെടെ ഡീനെയും അവിടുത്തെ മറ്റ് അധ്യാപകരെയും സംരക്ഷിക്കുന്ന നിലപാട്, ആ നിലപാട് തിരുത്തിക്കൊണ്ട് ഡീനെ പ്രതിചേർത്തുകൊണ്ട് ഡീനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തിയില്ലെങ്കിൽ ഇതിലും ശക്തമായ സമരവുമായിട്ട് ABP മുന്നോട്ട് പോകും. ആ സമരം നടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട പിണറായി വിജയ, നിന്റെ ക്ലിഫ് ഹൗസിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. മരപ്പട്ടി മൂത്രമൊഴിച്ചൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സമയം ഉണ്ടാവില്ല. ചിഞ്ചു റാണിക്ക് ഈ റോട്ടിലൂടെ കടന്നു പോകാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾ തടയും. ഞങ്ങളുടെ സമരം വളരെ വലിയ ശക്തിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ അതിന് വലിയ വില കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് ഈ സമരം മാറും. നമുക്കറിയാം, പലതരത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും പൈശാചികമായ രീതിയിൽ താലിബാനൊക്കെ ചെയ്യുന്നത് പോലെ 3-4 ദിവസം ഭക്ഷണം കൊടുക്കാതെ നിരന്തരമായി മർദ്ദിച്ചുകൊണ്ട്, മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള ഒരു മരണം, ഒരു കൊലപാതകം, അത്